ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിമോസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എല്ലാവരും ഗോതമ്പ് പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൻ്റെ വേറൊരു വേർഷനാണിത്, ഗോതമ്പ് കുഴച്ചത്. അപ്പോൾ ഇതൊരു മലബാർ സ്പെഷ്യൽ ഐറ്റമാണ്. ഫങ്ഷൻസിനൊക്കെ ഒരു മധുരമായിട്ട് വിളമ്പുന്ന നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പായസത്തിന് ഉപയോഗിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് 1 കിലോ, വെല്ലം 400 ഗ്രാം, ഒരു വലിയ തേങ്ങ ചിരവിയത്, ഏലക്കാപ്പൊടി. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഫസ്റ്റ് തന്നെ ഗോതമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കുക. ഒരു 6-7 വിസിൽ അത്രേ വേണ്ടി വരുള്ളൂ. അപ്പോഴേക്കും അത് നന്നായിട്ട് കുക്കായിട്ട് വരും. ഇനി അത് കുക്കായതിന് ശേഷം അതിലുള്ള വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇതൊക്കെ മാറ്റുക. ഈ വെന്ത ഗോതമ്പ് ആ ഒരു ടൈമിൽ, വെള്ളം ഊറുന്ന ആ ടൈമിൽ നമ്മളെ വെല്ലം കുറുകാൻ വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഇതുപോലെ കുറുകാൻ വെക്കുക. ചെറിയ ഫ്ലെയിമിൽ വെക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു വലിയ പാത്രം, ഞങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കുക. അതിൽ വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അത് അരിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ തേങ്ങ, ഒരു വലിയൊരു തേങ്ങ ചിരവിയെടുത്തതാണിത്. ഇനി ഈ തേങ്ങയും ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് തേങ്ങ അതിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. ഇനി അത് ഇളക്കി ഒന്ന് കുറച്ചൊരു തിക്കായി വരുമ്പോൾ, അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി തിക്കായി വരുമ്പോൾ നമ്മുടെ ഈ വെള്ളക്കാറിയ ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നാൽ ഈ ഗോതമ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത്, തേങ്ങൻ്റെ എമൗണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം. അതുപോലെ മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ വെല്ലവും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഗോതമ്പ്, തേങ്ങ, വെല്ലം നന്നായി ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മാത്രമേ ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ ഇതിന്. മിക്സ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിച്ചതും കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ ഈ ഗോതമ്പ് കുഴച്ചത് ഇവിടെ ഗോതമ്പ് കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ ഐറ്റം. അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നന്നായി ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. Subscribe the channel.